ആ വെടിശാലയുടെ അതിൽ അങ്ങോട്ട് കിടക്കാം നമുക്ക്. പിന്നെ അപ്പൊ അവളെ ഒന്ന് കാണുകയും ചെയ്യാലോ. അതെ ഇന്നൊക്കെ ഒന്ന് നേരത്തെ എത്തണോട്ടാ. എന്താടാ എന്റെ അപ്പം ചത്ത നേരത്തെ എത്താനായിട്ട്? ഞാൻ പറഞ്ഞില്ലടാ നിന്നോട് ആശാന്റിക്കുന്ന ഈ കൊല്ലം പറഞ്ഞ മന്തിയായിട്ട് ആശാന്റിക്കുന്ന കേൾക്കാൻ നിൽക്കണം. വല്ല കാര്യമുണ്ടാ ആശാനെ? ന്യൂ ഇയർ ആയിട്ട് നൈസായിട്ട് തന്നൊക്കെ വിളിച്ചല്ലേ? ന്യൂ ഇയർ ആയിട്ട് ശീലം മാറ്റാൻ പറ്റോടാ? ഒരു രസം ഉണ്ടാക്കി തരാട്ടാ, ഒരു മിനിറ്റ്. ഹലോ, ഇവിടെ ഇവിടെ രാവിലെ തന്നെ എല്ലാവരും ഉണ്ടല്ലോ. പണിക്കന്മാര് വല്ലവരും ചത്ത? എനിക്കറിയാൻ പറ്റില്ല ചോദിക്കുക. എല്ലാ ദിവസവും രാവിലെ ഇടിച്ചു വരുന്ന എന്തിനാ? ചുമ്മാ ഒരു രസം, അയൽവക്കൊക്കെ അല്ലേ. അയൽവക്കോന്ന് പറഞ്ഞിട്ട് ഒരു മര്യാദയില്ലേ? രണ്ടു നേരം കയറി വന്ന് ചുമ്മാ അനാവശ്യം പറയുക. അതിനാർക്കും വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. നഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അന്യന്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ അനാവശ്യം പറയുക, അതൊന്നും അത്ര ശരിയായ കാര്യമല്ല. ഇതിപ്പോ അന്യന്റെ വീടൊന്നും അല്ലല്ലോ പോയത്. അല്ല, ഞാൻ അറിയാൻ പറ്റില്ല ചോദിക്കുക. താൻ എന്ത് ബന്ധമൊന്നും പറഞ്ഞോണ്ടാ എന്നും ഇങ്ങനെ കയറി ഇറങ്ങുന്നത്? ഇതെന്റെ അച്ഛന്റെ വീടാണോ? അച്ഛന്റെ വീടോ? ഇവിടുത്തെ അച്ഛനുണ്ടല്ലോ ഒന്നാം തരം പണിക്കനാ. ആ വെറും ഒരു ആശാരിയല്ലോ. എന്റെ അമ്മ ആശാരി ചെയ്യണോ? അതിന് ഞാനെന്ത് പഠിച്ചു? ഇവിടുത്തെ പണിക്കനാശാനേ എന്റെ അമ്മ കല്യാണി ഉണ്ട്. കല്യാണി ആശാരിച്ചില്ല ആദ്യം കവടി എടുത്തിട്ട്. താൻ പോയേ, താനേ ഇപ്പൊ പോയി. ആശാനെ വാ പോവാശാനെ. എത്ര ദൂരം പോകണം? 2 ബസ് മാറി കയറി പോണം. വന്നേ. പോയിട്ട് ഇപ്പൊ എന്താ കാര്യം? അന്ത്യാവുന്ന വരെ ഉള്ളി പിടിച്ചാൽ കിട്ടുന്ന കാശ് ആകെ 850 രൂപ. ഈ തെണ്ടികൾ നോക്കിയാൽ വെറുതെ ഇരുന്നിട്ട് 10,000 20,000 ഒക്കെ ഉണ്ടാക്കണ്. പിന്നെ എന്തുട്ട് കഥയെ പറയണ് ഞാനൊക്കെ. അതിന് നിനക്കെന്താടാ? പോടാ പോടാ പോടാന്നാ അത് പറയാ. നീ ആരടാ? ഞാൻ ആരാന്നറിഞ്ഞാലേ നീ പോവോ? സമയം നോക്കാൻ വന്നാ നീ? എന്നാ നീ തൽക്കാലം സമയം നോക്കണ്ട. നിന്റെ സമയം ഞാൻ പറയാം. നിന്റെ സമയം വളരെ മോശടാ. നിനക്ക് വളരെ മോശക്കാലാ, മനസ്സിലായില്ലേ? അത് പറയാൻ നീ ആരോടാ പട്ടി? പൊട്ടിന്നോ പെലടി പോണ നീ എന്നെങ്ങനെ മോത്ത് നീരുണ്ടോ മോനെ? തടിപ്പുണ്ട് ചേച്ചി, നല്ല പെടല്ലേ കിട്ടിയത്. വാസേട്ടാ വാസേട്ടാ വാസേട്ടാ, എത്ര വഴിപാട് നേർന്നിട്ട് കിട്ടിയ കുട്ടിയാ. പൂജകൾ കഴിച്ചാത്ത അമ്പലങ്ങളില്ല. തല തിരിഞ്ഞു പോയാൽ എന്താ ചെയ്യാ? അവനെന്തോ തല തിരിഞ്ഞു എന്നാ പറയണേ? നിങ്ങളുടെ തൊഴിലല്ലേ അവനും ചെയ്യണത്. അവൻ ചെയ്യുന്നത് ജ്യോതിഷ. നീ എന്ത് വെള്ളിയാഴ്ച ഇല്ലാണ്ടാ ഈ സംസാരിക്കുന്നത്? പലർക്കും ഒരു ധാരണയുണ്ട് ജ്യോതിഷം ഒരു ബുദ്ധിമുട്ടില്ലാത്ത പണിയാണെന്ന്. വായ തോന്നുന്നു അങ്ങോട്ട് പറഞ്ഞാൽ മതിയെന്ന്. അങ്ങനെയല്ല. അതിനെ നിരന്തരമായ പഠനവും പരിശീലനവും വേണം. അതിനനുസരിച്ചുള്ള ഉപാസനയും വേണം. എന്നാലേ ഈ ജ്യോതിഷം എന്ന് പറയുന്നത് നല്ല ദൈവികമായ കലയായി മാറുള്ളൂ. നിങ്ങളല്ലേ ഈ കലാവിന് പറഞ്ഞു കൊടുത്തത്? ജാനകി, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിന്റെ ആങ്ങളില്ലേ ഭുവനേന്ദ്രൻ, അവനാണ് ഈ തട്ടിപ്പും മത്തങ്ങയൊക്കെ അവന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി അവനെ ആർക്കും തിരുത്താൻ പറ്റില്ല കേട്ടാ. ഇപ്പൊ അവന് നല്ല കാശാ. ഒരു ദിവസം 50,000-ൽ മേലെ അവന് കിട്ടുന്നുണ്ട്. അതവന്റെ പെണ്ണിന് തികയണില്ല മേക്കപ്പിന്. എന്താ ചെയ്യാ? അത് നമ്മൾക്ക് പറ്റിയൊരു അബദ്ധമായിപ്പോയി. എന്തോരം വാരി പൊത്തിയിട്ട് എന്താ കാര്യം? കാക്ക കുളിച്ചാ കൊക്കാവോ? എന്തൊരു പൊടിയത്. ആ പുതിയ വീട്ടിലേക്കൊക്കെ മാറിയാ മതിയായിരുന്നു. അത് എത്ര ചോദിച്ചിട്ട് ചോക്കണില്ല. കഴിഞ്ഞാലൊരു ബ്യൂട്ടി പാർലർ വന്നിട്ടുണ്ട്. ഒന്ന് പോയാലോ? ഒന്ന് ഫേഷ്യലും ചെയ്യാം, ഒന്ന് മുടി ഒന്നും കൂടെ പോയി സ്ട്രെയിറ്റും ചെയ്യാം.
ആ പണിക്കേര് വരാറായിട്ടുണ്ട് കേട്ടോ. ഉണ്ട് ഇരുന്ന്. ആദ്യം വന്ന ആരാ? ഞാൻ ആദ്യം വന്നത്. ആ ബുക്കില് പേര് എഴുതിയിട്ടുണ്ടോ? ടോക്കൺ വാങ്ങിച്ചോ? വാങ്ങിച്ചു. ഇരുന്നോളൂ, വിളിക്കാം. അച്ഛൻ പണിക്കരെ കാണാൻ ആരാ ഉള്ളേ? ആരുമില്ലേ? എന്താ കാര്യം? ചരടി ജപിച്ചിട്ടാണ്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എല്ലാവരും? ഞങ്ങൾക്ക് ശ്രീവത്സപണിക്കരെ കണ്ടാ മതി. ഞങ്ങൾക്കും ചെറിയ പണിക്കരെ കണ്ടാ മതി. ഞങ്ങൾക്ക് അത് മതി. ശ്രീവത്സപണിക്കര നല്ലത്. ശ്രീവത്സ പണിക്കര് നല്ലത്. അതെ, കാരണവർക്ക് കണ്ണും കൂടാന്ന് പറയുന്നത്. പിന്നെ ഒരു ചൂടനാ. നമുക്ക് ചെറിയ പണിക്കര് മതി കേട്ടോ. എന്താ നിങ്ങളുടെ പേര്? സുന്ദരി. പേര് തെറ്റിയോ? ഇല്ല, എന്തേ? ആ എനിക്ക് ആള് മാറിയതാ. ആ എന്നാ വാ. നല്ല മണം. കുളിച്ചിട്ടില്ല, നേരത്തെ പോന്നു. അതാ നല്ല മണം. അരയിലേക്കാണോ ചരട്? അരയിലേക്കാണെങ്കിൽ ചെറിയ പണിക്കനാ നല്ലത്. ഓനാ? മോനാണോ? മോനാണേ പോകുന്നുള്ളൂ. വരിക, ഇരിക്കുക. ജോത്സ്യനെ കാണാൻ വരുമ്പോ മിനിമം ഒന്ന് കുളിക്കെങ്കിലും ആവാം. പല്ല് തേച്ചിരുന്നാവോ? ഇല്ല, പല്ല് തേക്കാറില്ല. ഇത്രയും വലിയ ആന പല്ല് തേക്കുന്നില്ല. ആനയിൽ നിന്നാണ് കുട്ടിക്ക് പേടി കിട്ടിയിരിക്കുന്നത്. ഞാനൊരു ചരട് ജപിച്ച് കെട്ടിത്തരാം. പുറത്ത് വെയിറ്റ് ചെയ്യും. പശുപതയേ നമോ നമഃ. ലോനേട്ടാ വരാൻ പറ. നമസ്കാരം. വരിക, ഇരിക്കുക. നാലോടത്തായിട്ട് ഇരിക്കുക. നാലോടത്തായിട്ടോ? അപ്പോ ഇരുന്നില്ല, ഓടേണ്ടി വരുമല്ലോ. 2025 അത്ര ശുഭകരല്ലല്ലോ കാണുന്നത്. നാലോടത്ത് ഇരിക്കാൻ പറഞ്ഞായിരുന്നോളാം. അതെന്താ അങ്ങനെ? അപ്പ ഇരിക്കാൻ പറ. ഇരുന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഇരിക്കേണ്ടി വരില്ല. അത്ര തന്നെ. പൊരുത്തം നോക്കുമ്പോ 10ൽ 5 നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ കൊണ്ടുവന്ന ഈ കുറിപ്പ്, നിങ്ങളുടെ നാളെന്താ പറഞ്ഞേ? ഉത്രട്ടാതി അല്ലേ? ഉത്രട്ടാതി. ഈ കുട്ടിയുടെ നാള് പൂരാണ്. വേദപ്പൊരുത്തം അത് ഒട്ടുമില്ലടോ. നടന്ന് മട്ടി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ട പണിക്കരെ? എന്താ വെച്ചേ? ഒന്നെങ്ങോട്ട് വരുമോ? ഒരു മിനിറ്റ് കേട്ടോ. പോരെ. എന്താ മോളു? ശരിയേട്ടോ, ഞാനൊന്ന് ഫേഷ്യലേക്ക്. അയ്യോ മോളെ, നീയൊക്കെ എന്തിനാ എന്നോട് ചോദിക്കണേ? നിനക്ക് പോയി ചെയ്യാലോ. ഈ ഒരു കാര്യം ചെയ്, പോയി ഗോൾഡൻ ഫേഷ്യൽ തന്നെ ചെയ്. മുഖം മൊത്താക്കണ്ട, ശരീരം ഫുൾ അങ്ങ് ചെയ്യുന്നേ. തിളങ്ങട്ട തീ അങ്ങട്ട്. നിങ്ങ പണിക്കരല്ലാതെ പൊന്നൊരുക്കണ തട്ട. നിങ്ങക്ക് ഞാൻ ഒരു ഉമ്മ തരട്ടെ. അയ്യോ അതൊക്കെ നമുക്ക് പിന്നെ ആവാം. പുറത്തേ ആളുണ്ട്. താനെന്താ ഇവിടെ? എനിക്കെന്താ ഇവിടെ കാര്യം? നടക്ക്. അത് പിന്നെ എന്റെ പൊരുത്തം. നിനക്ക് എത്ര വയസ്സെന്ന് പറഞ്ഞേ? 35 വയസ്സല്ലേ? ഇരിക്കി, നമുക്ക് നോക്കാം. ഗ്രഹനില പോലും നോക്കണ്ട. മേഡം വൃശ്ചികം തുലാം രാശിയില് ഗുളിക നിപ്പുണ്ട്. എനിക്ക് പരിഹാരം ഒന്നുമില്ലേ പണിക്കരെ? ബുദ്ധിമുട്ടാണ്. നേരെ ചൊവ്വേ ഒന്നും നടക്കാൻ സാധ്യതയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ പറയാൻ പാടില്ല, എന്നാലും പറയാം. അടിച്ചു മാറ്റി കൊണ്ടുവരുന്നതിന് പൊരുത്തം നോക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു കാര്യം, ദക്ഷിണ മറക്കണ്ട. എന്താ നിങ്ങളുടെ പ്രശ്നം? ഇന്ന് ന്യൂ ഇയർ ആണ്, പുതുവർഷം. അതാണോ നിങ്ങളുടെ പ്രശ്നം? അതല്ല പ്രശ്നം. ഇത് പുതിയ കല്ലറ. ഇത് എവിടെ തൂക്കണമെന്ന് ഒന്ന് ഗണിച്ചു തരണം പണിക്കര്. അത് ഗണിക്കാനൊന്നുമില്ല. പോയി ഒരു ആണി മേടിച്ചിട്ട് വാ. ഒരു 1.25 ഇഞ്ചിന്റെ ഒരു ആണി മേടിച്ചിട്ട് വാ. വൈഫ് അവിടെ ഇരുന്നോട്ടെ, താങ്കൾ പോയിട്ട് വരും.
ഒന്നേകാലിഞ്ചിന്റെ ആണിയില്ല. ആണിയില്ല, ആണി ഒരു ഇലക്ട്രിക് കടയാ, അവിടെ ഒരു ഹാർഡ്വെയർ ഉണ്ട്. മേഡം 1.25 ആണിയില്ല. 1.25 തീർന്നിരിക്കാണ്. 1.5 ഉണ്ടാവും, മതിയാവോ? അത് പറ്റില്ല, 1.25 ആണി വേണമെന്നാണ് പണിക്കര് പറഞ്ഞിട്ടുള്ളത്. അതെ, അപ്പൊ ശരി കേട്ടാ, ശരി ശരി. ഭവതി ഒരു പേടിയും വിചാരിക്കണ്ട. ഭർത്താവ് ഒന്നിച്ച് 100 വയസ്സ് വരെ ജീവിക്കും. അതുപോലെ പരിഹാരമൊന്നുമില്ലേ പണിക്കര്? അപ്പൊ വേണ്ടേ അത്? 100 വർഷം വരെ ജീവിക്കണ്ടേ? 100 വയസ്സ് വരെ ഇന്നേക്ക് ഇന്ന് വല്ല പരിഹാരം ഉണ്ടാക്കി തരുമോ പണിക്കര്? ചെലവൊന്നും നോക്കണ്ട. ആണി കിട്ടി പണിക്കരെ. ഇപ്പൊ ഏതിനാ ആദ്യം പരിഹാരം വേണ്ടേ? 1.25 ആണി എന്ന് കിട്ടി. എന്നാ ഒരു കാര്യം ചെയ്യാ, ഇതാ ആ ആണി അവിടെ അങ്ങ് അടിച്ചോളൂ. എന്നിട്ട് ആ കലണ്ടർ എടുത്ത് അവിടെ അങ്ങ് തൂക്കിടുക. ഇത് ഇവിടെ അടിക്കാനല്ലേ പണിക്കരെ, ഞങ്ങളുടെ വീട്ടിൽ അടിക്കാനാ. അതിനാ പണിക്കരോട് ഗണിച്ചു തരാൻ പറഞ്ഞത്. നല്ല കഥ. താനവിടെ ഇരുന്നേ. തനിക്ക് എന്താ ജോലി? ബിസിനസ്സാ. എന്ത് ബിസിനസ്? കോഴി കച്ചവടം. കോഴി ആയാലും താറാവാണെങ്കിലും ബിസിനസ് കാര്യങ്ങളിൽ ഉയർച്ച കിട്ടണമെന്നുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് കലണ്ടർ തൂക്കുക. അതായിരിക്കും ഉത്തമം. മുട്ട ബിസിനസ്സും ഉണ്ട്. അത് വേണ്ട, അതുമുള്ള കളി തനിക്ക് ദോഷം ചെയ്യേ. മനസ്സിലായോ നിങ്ങക്ക്? മുട്ട പൊട്ടുന്ന അർത്ഥം. പണിക്കര് പൂജയുടെ കാര്യം അത് ഞാൻ ഏറ്റൂന്നേ. ഏറ്റാ പോരട്ടെ വേണേട്ടാ, എനിക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണേട്ടാ. കോടതി കയറി ഞാൻ മടുത്തു. ആ വക്കീലമല കറുത്ത കോട്ടനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തലവേദന. എല്ലാം ശരിയാവും. സ്വാമി കയറി ചെല്ല. അവിടെ നിൽക്കുക. ഇന്ന് കർത്തവാവാ, അറിയില്ലേ? അതിനെന്താ, ഞാൻ പണിക്കരെ കാണാൻ വന്നതാ. കണ്ടില്ലേ, തിരിച്ചു പോയിക്കോളുക. തനിക്കറിയില്ലേ വാവിനും നവമിക്കും അഷ്ടമിക്കും ഒന്നും ജോത്സ്യനെ കാണാൻ വരാൻ പാടില്ല എന്ന്? അറിയില്ലേ അതൊന്നും? പിന്നെ താൻ ഈ കയ്യിൽ കെട്ടിരിക്കുന്ന കറുത്ത ചരടുണ്ടല്ലോ, ഇതൊന്നും ധരിച്ച് ജോത്സ്യന്മാരെ കാണാൻ വരാൻ പാടില്ലടോ. അതെല്ലാം തനിക്ക് ആരോഗ്യത്തിനും ആയുസ്സിനും ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാ. ആർക്ക്? എനിക്കോ? ഞാനിന്ന് വന്നില്ലായിരുന്നെങ്കിൽ പണിക്കർക്ക് ആരോഗ്യത്തിനും ആയുസിനൊക്കെ ദോഷം ഉണ്ടാകാനാ. അല്ല രാവുണ്ണേട്ടാ, ഞാൻ പോവാ. പണിക്കർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ പോവലടാ. എനിക്ക് നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിയോളാം മക്കളെ. ഇന്ന് പുതുവർഷമായിട്ട് എന്തിനാ നിങ്ങളുടെ പണിയും കളഞ്ഞു ഇങ്ങനെ കാവലിരിക്കണേ? ആശാനോട് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞതാണ്. ആശാൻ ഇന്ന് 1-ാം തീയതിയാണ്, പുതുവർഷമാണ്, പണി ചിറ്റിക്കരുതെന്ന് പറഞ്ഞതാണ്. കാലത്തന്നെ ആശ വീശിയിട്ടായിരിക്കണത്. ഞാൻ അത്ര വിറ്റൊന്നും ആയിരുന്നില്ല. കഴിച്ചു എന്നുള്ളത് ശരി, അല്പം അത്ര തന്നെ. അതുകൊണ്ട് ഇപ്പൊ എന്ത് പറ്റി? അവരെടുത്തിട്ട് വീശിയില്ലേ? നല്ല അടി കിട്ടിയ രാജുട്ടാ. ബോധം പോയി, അത്ര തന്നെ. ആശാന്റെ ചെളി പോയി ചത്തുന്ന ഞാൻ വിചാരിച്ചേ. അങ്ങനെയൊന്നും ചാവില്ലടോ ഞാൻ. നിങ്ങളുടെയൊക്കെ പോകാണ്ടട്ടെ ഞാൻ പോവോ? അവനുള്ള പണി ഞാൻ കൊടുക്കും, നിങ്ങൾ നോക്കിയോ. ആ പണിക്കന്മാര് കാശുണ്ടാക്കണ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് കുശും കുത്തിയിട്ട് എന്താ കാര്യം? ആര് ചത്താലും ജനിച്ചാലും പണിക്കന്മാർക്കപ്പൊ കാശ്. ലോകത്തുള്ളവർ മുഴുവനും ഉണ്ട് അവിടെ. ഇത് കളണ്ടറും പിടിച്ച്. അതിനുള്ള ഗുണം വരുന്നവർക്കുണ്ടാവും. എന്തൊട്ട് ഗുണം? താട്ടിപ്പ്. ഏയ് ആശാനല്ലേ ഇരിക്കുന്നത്, തട്ടിപ്പോയിന്ന് വിചാരിച്ചേ. ആശാന്റെ പണി കഴിഞ്ഞ സ്ഥലത്ത് പറഞ്ഞു കേട്ടെ. ഏത് നായന്റെ പറഞ്ഞാ അത് പറഞ്ഞത്? അത് നമ്മുടെ സോഭിഷ പറഞ്ഞത്. ആ ദേ മക്കള് വന്നിണ്ടല്ലോ. ചത്തോന്നറിയാൻ വന്നതാവും. അമ്മേ, ഞങ്ങൾ ആ മരിച്ചോടത്ത് പോയിട്ട് പണ്ടേട്ടൻ താമസിച്ചിരുന്നില്ലേ, അവിടുത്തെ ലക്ഷ്മി ചേച്ചി മരിച്ചു. അവിടുത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. ന്യൂ ഇയർ ഒക്കെ അല്ലേ, അച്ഛനെയും അമ്മയൊക്കെ ഒന്ന് കാണാൻ വെച്ചു. നന്നായി മോനെ, അച്ഛനെ നല്ലോണം കണ്ടോ? എപ്പോഴും ആളുകൾ തല്ലിക്കൊല്ലാന്ന് അറിയില്ല. എന്ത്, ഇന്ന് വല്ല പ്രശ്നം ഉണ്ടായാ? രാവിലെ പണിക്ക് പോയതാ. അതിലിടയ്ക്ക് ആ പണിക്കരുടെ വീട്ടില് കയറുന്ന വല്ല കാര്യം ഉണ്ടായിരുന്ന അവിടെ നിന്ന് തല്ലു മേടിച്ചൊക്കെ കയറി വന്നേ. അപ്പൊ കാര്യമായി തല്ലി നടന്നച്ചാ? ഏയ് ബോധം പോയിന്ന് മാത്രം. ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ഇറങ്ങിയതാ രാവിലെ. ആ പണിക്കരുടെ പറമ്പിലോട്ട് അങ്ങോട്ട് കേറിയതാ. അവിടെ ആളുകൾ കണ്ടിട്ടുണ്ടാവും, കാശുകാരല്ലേ, കുശുമ്പ് തോന്നിയിട്ടാവും അച്ഛനെ. പണിക്കന്മാര് കാശുണ്ടാക്കണേന് ഇവിടെ ഇരുന്ന് ചൊറിഞ്ഞിട്ട് എന്താ കാര്യം? പണിയെടുക്കാതെ വെറുതെ ഇരുന്ന് ആര് കാശുണ്ടാക്കിയാലും എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഇനിയും പ്രശ്നം ഉണ്ടാക്കും.
അത്ര തന്നെ. പിന്നെന്തിട്ടാ ഈ കണക്കിന് പോയതിന്റെ അച്ഛൻ ഇനിയും മടി വാങ്ങും. വേറെ എന്തെങ്കിലും അടി വാങ്ങും. അച്ഛന്റെ സ്വഭാവം മാറില്ല, അത് എനിക്കറിയാം. നിങ്ങളായിട്ടൊന്നും പറയാൻ നിൽക്കണ്ട. അല്ല മോളെ, അച്ഛനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പുതുവർഷത്തില് സ്ഥാനം നോക്കി കലണ്ടർ തൂക്കിയാല് ആ പുതുവർഷം നന്നാവുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ വല്ല അർത്ഥമുണ്ടോ? ഇല്ല അച്ഛാ, അതിലൊരു കാര്യമില്ല, ഒരു പ്രയോജനമില്ല അത്. പിന്നെ എന്തിനാ ഈ ആളുകൾ ഈ പുത്തൻ കലണ്ടറൊക്കെ കൊണ്ട് ഈ തെണ്ടികളുടെ അടുത്തേക്ക് ചെല്ലണ ജാതിയായിട്ട്? എനിക്കതാ മനസ്സിലാവാത്തത്. അതൊക്കെ ഒരു അന്ധവിശ്വാസം അച്ഛാ. എന്താ സംശയം? ഇതൊക്കെ ഒരു അന്ധവിശ്വാസം തന്നെയാണ്. ഇന്നലത്തെ പുലരി തന്നെയല്ലേ ഇന്നത്തെയും പുലരി? വല്ല മാറ്റമുണ്ടോ? ഇന്നലത്തെ വെയിൽ തന്നെ ഇന്നത്തെയും വെയിൽ. എൻ്റെ അച്ഛനെ നല്ല ചുമയാണ്. ഇന്നലത്തെ മഞ്ഞ് തന്നെയല്ലേ ഇന്നും? വല്ല വ്യത്യാസം ഉണ്ടാ? ഈ ചുറ്റുപാടുകൾക്ക് വ്യത്യാസം ഉണ്ടാ? പിന്നെ ഇത് എന്തിട്ട് ഇപ്പൊ അറിയണേ? ഇപ്പൊ അച്ഛന്റെ കാര്യം തന്നെ എടുക്ക്. കള്ളു കുടിക്കാത്ത വല്ല ദിവസം ഉണ്ടാ? നേരം വെളുക്കുമ്പോ തൊട്ട് മോന്ത് തുടങ്ങും. ബീഡി വലി നിർത്താൻ പറഞ്ഞിട്ടോ അതും കേട്ടില്ല അച്ഛൻ. ഡോക്ടർ എത്ര തവണ പറഞ്ഞതാ, അച്ഛൻ കേട്ടോ? പിന്നെ എന്തുട്ട് പറയണ അച്ഛാ? പണിയെടുക്കാൻ സ്വതവേ എന്റെ അച്ഛൻ മടിയനാ. ആ മടി ഇന്നും കാണിച്ചു എന്റെ അച്ഛൻ. അത് പുതുവർഷമായിട്ട്. ഇതൊക്കെ അച്ഛന്റെ ഒരു ഉടായ്പ അമ്മേ. അച്ഛൻ പറഞ്ഞ പോലെ കലണ്ടർ സ്ഥാനം നോക്കിയിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിലും കലണ്ടർ നോക്കലൊന്നല്ല അച്ഛന്റെ പ്രധാനം. അച്ഛന്റെ സ്വഭാവം മറ്റാരേക്കാളും കൂടുതൽ എനിക്കറിയാം. ഒരാള് നന്നാവുന്നത് പോലും എന്റെ അച്ഛന് ഇഷ്ടമല്ല. ഒരാൾ ഒരു വണ്ടി വാങ്ങിയാല്, ഒരു സ്ഥലം വാങ്ങിയാല്, വീട് വെച്ചാല് അയാൾ എങ്ങനെ കുത്തുപാലെടുപ്പിക്കാം അതൊക്കെ എന്റെ അച്ഛൻ ചെയ്യും. ഇതൊക്കെ ചെറുപ്പം മുതലേ ഞാൻ അവിടെ കാണുന്നതാ. ഇന്നാളെ നമ്മുടെ അമ്പലത്തിലെ കൃഷ്ണ നമ്പൂതിരി എന്നോടൊരു കാര്യം പറഞ്ഞു. നിന്ന നിൽപ്പിൽ എന്റെ തൊലി ഉരിഞ്ഞു പോയി. നിന്റെ അച്ഛനും ഔസപേട്ടനും തമ്മിൽ എത്ര ശത്രുത. ശത്രു സംഹാര പൂജ നടത്താൻ അത് 7 ദിവസത്തേക്ക് അച്ഛൻ ചീട്ടാക്കിയിട്ടുണ്ടെന്ന്. ഞാൻ എന്താ പറയാ, തല കുമ്പിട്ട് പോരേണ്ടി വന്നു. എന്താ കാരണം എന്നറിയാമ്മക്ക്? നമ്മുടെ ഔസപേട്ടന്റെ മോളുടെ കല്യാണം ഉറച്ചു, അത്ര തന്നെ. അവൾക്ക് കല്യാണായിട്ടേ പുത്തൻ കാറ് കൊടുക്കുന്നുണ്ട് പോലും. വെറും അയൽപ്പക്കത്തിന്റെ പേരില് ഫ്രിഡ്ജ് പ്രസന്റേഷൻ ആയിട്ട് കൊടുന്നത് എന്റെ കല്യാണത്തിന്. ആ മനുഷ്യനോടാണ് അച്ഛൻ എങ്ങനെ ഇത്രയ്ക്ക് അസൂയ ഒരാളോട് പാടുണ്ടമ്മേ? ഇത്രയും ദുഷ്ട മനസ്സ് എന്റെ അച്ഛനല്ലാണ്ട് വേറെ ആൾക്കും ലോകത്തുണ്ടാവില്ലേ. അമ്മ അത്ര മോശമൊന്നുമില്ല ഈ കാര്യത്തില്, എല്ലാവരും എനിക്കറിയാം. ഒന്നാം തീയതി നീ ഞങ്ങളെ അഭിമാനിക്കാൻ വേണ്ടി വന്നതാണോ? നീ എന്ത് ഓർക്കാൻ വേണ്ടി പറഞ്ഞു? വെറുതെ ആവശ്യമില്ലാണ്ട് ഇന്നൊരു പുതുവർഷമല്ലേ? എന്റെ പൊന്നു ഏട്ടാ, പുതുവർഷാണ്. കലണ്ടറിലാണ് കാലം പുതിയതാവുന്നത്. ലോകമൊക്കെ പഴയത് തന്നെയാ. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ ലോകത്തെ പുതിയതാക്കുന്നത്. നമ്മുടെ ഓരോ ചുവടുകളും നമ്മുടെ ഓരോ സ്റ്റെപ്പുകളാണ് നമ്മെ പുതിയതാക്കുന്നത്. അച്ഛാ, പഴയതെല്ലാം മറക്കാച്ചാ. പുതിയതിനെ നമുക്ക് എല്ലാവർക്കും കൂടി വരവേൽക്കാം. 1000 മൈൽ നീളമുള്ള യാത്രയും നമ്മൾ ആദ്യ കാൽവെപ്പോടെ തുടങ്ങുന്നത്. കലണ്ടറൊക്കെ എവിടെ തൂക്കിയാലും എന്താ പ്രശ്നം? നല്ലവനാവണം, നന്മയുള്ളവനാവണം. എന്റെ അച്ഛനെ എനിക്ക് അങ്ങനെ കാണാനാ ഇഷ്ടം. ഞങ്ങൾ പോട്ടെ അച്ഛാ. അവർക്ക് ഭക്ഷണം കൊടുക്കണേ. വേണ്ട അച്ഛാ, ഞങ്ങളിപ്പോ പോവാ, പോയിട്ട് വരാം. പോട്ടെ അമ്മേ. ശരി ശരി. എന്റെ പണിക്കരെ, എനിക്ക് വിശ്വാസം ഉണ്ടായിട്ട് വന്നതൊന്നുമല്ല. എന്റെ ഹസ്ബൻഡ് ഭയങ്കര അന്ധവിശ്വാസിയാ. അതുകൊണ്ടാണ് ഈ കലണ്ടർ കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങള് ആളെ ആക്ഷേപിക്കാൻ വന്നാണ് ഇവിടെ? എല്ലാ ആദരവുണ്ട് പണിക്കരെ. പുതുവർഷമൊക്കെ അല്ലേ, നമ്മള് ജീവിക്കുന്നത് നമ്മുടെ കുട്ടികള്, കുടുംബം എല്ലാം നന്നായി നടക്കാൻ വേണ്ടി തന്നെയല്ലേ. ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കണത്. അവരൊരാഗ്രഹം പറഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് ജനിച്ചു തരാ. ദക്ഷിണ വെക്കുക. ഇത്രേ ദക്ഷിണ? മിനിമം 500 രൂപ. അമ്മേ, ഐസ്ക്രീം വേണോ? അമ്മയാ? ഇതിലാരാ അമ്മ? ഞാൻ മനസ്സിലായില്ലേ? മനസ്സിലാവാത്തോണ്ടല്ലേ ചോദിച്ചേ. അതിനെന്താ ചൂടാകുന്നത്? പണിക്കരല്ലേ, പരമശിവനൊന്നല്ലല്ലോ. കാലം മാറിയതൊന്നും അറിയാതായി സോദര. സോദരാന്നാ? അല്ല, ഇതിലിപ്പോ ആരാ പെണ്ണ്, ആരാണ്? ഞാൻ പെണ്ണെന്ന് മനസ്സിലായ? അത് മനസ്സിലായി. അപ്പൊ ഇതോ? അതാണല്ലേ. പിന്നെ എന്റെ കാര്യമാണോ? ഞാൻ വന്നപ്പോൾ തന്നോട് പറഞ്ഞതല്ലേ പെണ്ണാണെന്ന്. അപ്പൊ ഈ കുട്ടി? അത് ഞങ്ങളുടെ കുട്ടി. ഞങ്ങളുടെ കുട്ടിയാ സാറേ? ഇത് ഞങ്ങളുടെ ഭർത്താവാ. ആദ്യം കല്യാണം കഴിച്ചത് എന്നെയാ, രണ്ടാമത് കല്യാണം കഴിച്ചത് അവളെയാ. ഇത് ഞങ്ങളുടെ മകളാ, ഞങ്ങളുടെ തത്തക്കുട്ടി. പണിക്കരെ, ഇവളുടെ ആഗ്രഹപ്രകാരമാണ് ഞങ്ങളോട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കാകെ ഒറ്റ മകളെ ഉള്ള പണിക്കരെ. അത് പുതുവർഷം വിളിക്ക് നന്നായിരിക്കണം. അതുകൊണ്ട് ഇവിടെ ജാതകം ഒന്ന് നോക്കണം പണിക്കരെ. അപ്പോ 2 അമ്മ 1 അച്ഛൻ. ഇത് പവിഴം, ഇത് മരതകം അല്ലേ?
ബുധന്റെ രത്നമാണ് മരതകം. ജാതകത്തിൽ 2ാം ഭാവത്തിൽ ബലക്ഷയമുണ്ടെങ്കിൽ മരതകം ധരിച്ച ഗുണം കിട്ടില്ല. മീന ലഗ്നത്തിന് പവിഴം ധരിച്ചാൽ വിദ്യാഗുണവും ധനസമൃദ്ധിയും ഉണ്ടാകും. പവിഴം മതിന്നാണോ ഇപ്പൊ പറഞ്ഞു വരുന്നത്? അക്ഷരാർത്ഥത്തിൽ ഭാര്യ സമീപനം എങ്ങനെയാ? എല്ലാം അറിയുന്ന ആളാണ് പണിക്കരെന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ ഒന്നും അറിയില്ലേ പണിക്കർക്ക്? അല്ല, എന്താ നിങ്ങളുടെ പ്രശ്നം? പ്രശ്നം നോക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നേ. അതാ ചോദിച്ചേ, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന്? എന്തിനാ എന്നെ കണ്ണൂറ്റി കാണിക്കുന്നത്? എനിക്കൊരു പ്രശ്നമില്ല. പിന്നെ എനിക്കാ പ്രശ്നം. നിങ്ങൾ കാര്യം പറ പെണ്ണുമ്പളെ. അല്ല, എന്തിനാണോ കരയണേ? നിർത്തുക, ഓങ്ങനെ നിർത്തുക. അതിന് ഞാൻ എന്താ വേണ്ടേ? പണിക്കർ സമാധാനം പറയണം. ഞാൻ സമാധാനം പറയേ? ഇതിനെന്താ ഞാനാണ് ഉത്തരവാദി? ആ പണിക്കരെന്നെ സമാധാനം പറയണം. പിന്നല്ലാതെ പണിക്കര് പൂജിച്ചു തന്ന പഴം കഴിച്ചിട്ട് ഇതുണ്ടായത്. ഞാൻ പൂജിച്ചു തന്നപ്പോഴോ? ആ പണിക്കരെ അന്തൊരിക്കലും കുട്ടികളില്ലാന്ന് പറഞ്ഞപ്പോ പണിക്കരല്ലേ പഴം പൂജിച്ചു തന്നത്. ആ പഴം കഴിച്ചിട്ടാണെങ്കിൽ എനിക്കല്ലേ ഗർഭം വരേണ്ടത് പണിക്കരെ? അല്ല, ഇതിലിപ്പോ ആർക്കാ ഗർഭം? കണ്ണൂരിട്ട് നോക്കണ്ടല്ലോ, ഈ വയറ് കണ്ടായിരുന്നൂടെ എനിക്ക്? അപ്പൊ ആരാ പഴം കഴിച്ചേ? ഞാൻ. അപ്പൊ ഇതാരാ? ഇത് മിന്നു. അപ്പൊ ഇതോ? ഇത് ചിന്നു. ഇതില് ശരിക്കും തന്റെ ഭാര്യ ഏതാ? ഭാര്യ മിണ്ടരുത് നിങ്ങള്. കാണ വർത്താനം പറയാൻ നിക്ക. കാര്യം ഞാൻ പറയാം പണിക്കരെ. ഇതാണ് എന്റെ ഭർത്താവ് കേളപ്പൻ. മക്കളില്ലാണ്ട് വന്നത് ഞങ്ങളാ. ഞാനാ പഴം കഴിച്ചത്. ഗർഭിണിയായത് എന്റെ അനിയത്തി. അവളെ ഭർത്താവേ 6 വർഷമായിട്ട് ഗൾഫില്ല. ഇതെങ്ങനെ ശരിയാവും പണിക്കരെ? ഇതിനൊരു പരിഹാരം കണ്ട ഞങ്ങൾ ഇവിടുന്ന് പോവില്ലട്ടാ. ഒന്നും ഓർമ്മയില്ലാന്നേ. എന്തപ്പ ഇതിനൊരു പരിഹാരം? ഇതിനെന്ത് പരിഹാരം? നിലത്തിരിക്കാൻ പറ്റില്ലെങ്കിൽ ഇരിക്കണ്ടേ? അടുപ്പൂട്ടെ പോലെ ഒരു വയറിനല്ല അവിടെ ഇരിക്കണേ. പിന്നെന്താ ഞങ്ങൾക്ക് ഇരുന്നാല്? നിങ്ങൾ അവിടെ ഇരിക്കും മനുഷ്യ. കണ്ടാലറിയാം കുബേരനാണെന്ന്. ജ്യോതിഷത്തിൽ കുബേരന്റെ ദിക്കെന്ന് പറയുന്നത് വീടിന്റെ വടക്ക് ദിക്കാണ്. പണത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്ന മൂലയാണ് ഈ കുബേരമൂല. ഈ കന്നിമൂല പോലെ തന്നെ പ്രധാനാണ് കുബേരമൂലയും. ഈ ഭാര്യയായിട്ട് എങ്ങനെയാ നിങ്ങള്? മക്കള് ഇല്ല. ഇതുവരെ ആയിട്ടില്ല പണിക്കരെ. കലണ്ടറിന്റെ കൂടെ വിവാഹ ചിത്രങ്ങൾ കൂടി തൂക്കുന്നത് നല്ല ഫലങ്ങൾ നൽകും. പിന്നെ നല്ല എനർജി കിട്ടാനും കലണ്ടർ പടിഞ്ഞാറ് ഭാഗത്ത് തൂക്കുന്നത് നല്ലത്. അത് അവിടെ തന്നെ സ്ഥാപിച്ചോളൂ. എന്ത് പറഞ്ഞു? പടിഞ്ഞാറ് കലണ്ടർ നോക്കിയാ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. ആ പരീക്ഷ നോക്ക. ഒരു കാര്യമില്ല. കലണ്ടർ നോക്കി കാണുന്ന കുട്ടികളുണ്ടാവില്ല എന്ന് ഈ പൊട്ടന് അറിയില്ലല്ലോ. ഇത് തന്നെ എന്റെ പ്രശ്നം. പണിക്കർക്കൊന്നും ഈ കാര്യത്തില് വലിയ താല്പര്യമില്ലാന്നേ. അതുകൊണ്ടല്ലേ ഈ കറുത്തുമുക്കിനെ നീ കിട്ടിയത്? കറുത്തെന്ന് പറയല്ലോ എന്റെ മോന്. നീ എന്റെ ചക്കരല്ലേ, പഞ്ചാര മുത്തല്ലേ, ഈന്തപ്പഴ ലഡുവല്ലേ മുത്തേ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോനാണ്ടി. അന്നു നിന്റെ വീട്ടില് കല്യാണാലങ്കാരം, ഇന്നെന്റെ വീട്ടില് കണ്ണീരാണ്ടേ. കുറെ അലഞ്ഞു പണിക്കരെ. 2 മക്കളുണ്ട്. ഭാര്യ ഒളിച്ചു ഓടിപ്പോയി. അവര് തിരിച്ചു വരാണെങ്കിൽ ഞാൻ വീണ്ടും സ്വീകരിക്കാൻ തയ്യാറാ. എവിടേക്കാ പോയെന്നറിയോ നിനക്ക്? അതറിയില്ല പണിക്കരെ. ഏത് വഴിക്ക് പോയത് എനിക്കറിയില്ല. ആരെങ്കിലും സംശയം ഉണ്ടോ നിങ്ങക്ക്? ഫേസ്ബുക്ക് വഴിക്കാണ് ബന്ധം. ഏത് വഴിക്ക് പോയെന്ന് അറിയില്ല. ഈ പണിക്കരൊന്ന് ഗണിച്ചു നോക്കൂ. അയ്യോ, ഇനി ഗണിച്ചു നോക്കിയിട്ടൊക്കെ എന്താ കാര്യം? എല്ലാം പോയില്ലേ? എന്നാൽ എന്റെ ആശക്കുട്ടി എന്നോട് ഇത് ചെയ്തല്ലോ. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കണ്ട ദൈവമേ. ഇവളത് എന്താന്നിട്ട് ആ ചെക്കൻ്റെ കൂടെ പോയേ? പറഞ്ഞിട്ട് കാര്യമില്ല. 1 വർഷമായിട്ട് ആശാമോൾക്ക് ചൊവ്വാദോഷമാണ്. നീ വല്ല ചൊവ്വയും പിടിച്ചു കൊണ്ടുപോയിണ്ടോ?
ഇവിടെ ഈ CCTV ക്യാമറ ഒക്കെ ഉള്ളപ്പോ ഇവിടെ എങ്ങനെയല്ല അവരുടെ കണ്ണും വെട്ടിച്ചു പോയെന്ന് ഞാൻ ആലോചിക്കുന്നത്. DVR തന്നെ എടുത്തുകൊണ്ട് വരിക, പിന്നെ കഥ പറയുന്നത്. നീ മെയിനായിരുന്നല്ലേ ഇവിടെ? ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാത്ത കുട്ടിയായിരുന്നു അവള്. ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങാത്ത മുട്ടിയായിരുന്നു എന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് എന്താ കാര്യം? ദൈവാനുഗ്രഹം തീരെ ഉണ്ടായിരുന്നില്ല. ഇനി ഇതൊക്കെ പറഞ്ഞ് അമ്മ അത് ദൈവത്തിന്റെ തലയിൽ കൊണ്ടിട്ടോ. ആത്മാക്കൾ മോഷം കിട്ടാതെ അറിഞ്ഞിരിഞ്ഞ് നടക്കുമ്പോഴാ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഈ വീടിന്റെ ദർശനം പടിഞ്ഞാട്ടാക്കിയപ്പോ അന്നേ പറഞ്ഞതാ തെക്കോട്ടാക്കാൻ. പറഞ്ഞത് കേക്കണ്ടേ? അതൊന്നല്ല ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. ആ അടുക്കള കിഴക്കോട്ടാക്കിയതാ. എത്ര കാലമായിട്ട് പറഞ്ഞതാ ആ കന്നിക്കോളിൽ വെക്കണ മാവ് വെട്ടികളെ. എല്ലാരും എന്റെ കൊമ്പൊക്കെ പണിക്കന്മാരെന്റെ കൂടെ. വെല്ലിഷൊന്നും മിണ്ടാനെന്താ വെല്ലിഷ? ഇവിടെ ഒരാള് വിഷമിച്ചിരിക്കുമ്പോഴാ ഈ കന്നിക്കോണും കോപ്പൊക്കെ പറയണത്. ആ കിണറ് കുത്തിയപ്പോ ഞാൻ അന്നേ പറഞ്ഞതാ അതിന്റെ സ്ഥാനം ശരിയല്ലാന്ന്. അത് അങ്ങോട്ട് മുട്ടുക, എന്നിട്ട് കിഴക്കിയ ഭാഗത്താ കിണറ് കുത്തുക. എല്ലാത്തിനും ഒരു പരിഹാരമാവും. നിങ്ങൾ എന്തൊട്ട് എപ്പോഴും കഥ പറഞ്ഞിരിക്കണേ? ഒരു ജ്യോതിഷിയുടെ പെണ്ണ വിളിച്ചോടി പോയിരിക്കണത്. നിങ്ങൾ എത്ര സ്ഥാനം നോക്കി ഇനി കിണർ കുത്തിയാലും ആ പോയ പെണ്ണിന്റെ ദാഹം തീരണമെങ്കിൽ നിങ്ങളുടെ ഈ കിണറ്റിൽ വെള്ളം കുടിച്ചാൽ പറ്റുമോ? അതിനാ പോയ ചെക്കന്റെ തീട്ടമണുള്ള ആ ഉപ്പുരസം തന്നെ വേണ്ടേ? കഥ പറഞ്ഞിരിക്കണ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചെയ്യാനൊന്നുമില്ല, അവനെ പിടിച്ചോടുന്നവന്റെ കയ്യും കാലും തല്ലുപിടിക്കണം, അത്ര തന്നെ. അവിടെ ആ കവലയില് പറഞ്ഞ കേട്ടു, അവളെയും കൊണ്ട് ആ ചെക്കൻ പറക്കണെന്നാ പറയണേ. വീട് ഒന്ന് വീട് പോർച്ച, അവരിപ്പൊ ഇവിടെ എത്തും. ഒന്ന് വേഗം വീട്. പമ്പെത്തിക്കോട്ടെ, പമ്പെത്തുന്ന സമയം അവിടെ എത്ര വേണ്ടു, പമ്പെത്ത് വേണ്ടു. ഇനിയിപ്പോ എങ്ങനെയാ കണ്ടുപിടിക്കുക? ആനപ്പുറത്തിരിക്കുന്ന പണിക്കന്മാർക്കാ വേലിപ്പുറം ചാടിയ പെണ്ണിനെ കണ്ടുപിടിക്കാൻ പ്രയാസം. പ്രശ്നമേക്ക് പണിക്കരാ. കവുട്ടി നേരത്ത് പണിക്കരേ. വല്ല ചന്ദന ശുക്രനെ പിടിച്ചോണ്ട് നോക്ക്. ചെലപ്പോ കേതോ രാഗമൊക്കെ അപകരിച്ചിട്ടുണ്ടാവും. ശനി മറയ്ക്കാനാ സാധ്യത. ഒന്ന് പ്രശ്നം വെക്ക് പണിക്കരാ. എന്നാ ഒന്ന് പ്രശ്നം വെച്ച് നോക്കും പണിക്കരേ. പ്രിയേട്ട ഒരു പറയണോ ഒന്നും നോക്കണ്ട. പ്രിയേട്ടന്റെ അടുത്ത പരിപാടി എന്താ? എന്താ ചെയ്യാൻ പോണേ പറഞ്ഞേ? അമ്മേ ആ ഷർട്ടിങ് എടുത്ത്. എങ്കട മോനെ, ഞാൻ അന്തിക്കാട് വരെ സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ട് വരാം. ഭാര്യയെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് നല്ല കാര്യം. പണിക്കരൊക്കെ ഉദ്ദേശിച്ചോ? വാ വിശാലം, പൂച്ചക്ക് എന്ത് പൊന്നൊരുക്കുന്നോടത്ത് കാര്യം. വാ മോനെ ഇരുന്നേ. മോനെ, ഭക്തിയുടെ പേരും പറഞ്ഞ് ഭക്തരെ ഭയപ്പെടുത്തി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതല്ല ജ്യോതിഷം. ജ്യോതിഷം ഒരു നിഗമനം മാത്രമാണ്. ആ നിഗമനം ശാസ്ത്രത്തിലാണെങ്കിലും വിശ്വാസത്തിലാണെങ്കിലും 100% ശരിയായിരിക്കണമെന്നില്ല. ഒരു വഴികാട്ടി, ജീവിതയാത്രയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്നവർക്ക് ഒരു കൈവിളക്ക്. അങ്ങനെയേ നമുക്ക് ജ്യോതിഷത്തെ കാണാൻ പറ്റൂ. ജ്യോതിഷം ആരും നന്നാക്കുന്നുമില്ല, നശിപ്പിക്കുന്നുമില്ല. ഇരുട്ടിലൂടെ നടക്കുമ്പോൾ ഒരു പ്രകാശം, ജ്ഞാനത്തിന്റെ ഒരു മാർഗം.